എന്താ രണ്ടുപേരും അപ്പാപ്പന്റെ കൂടെ മൺപാത്രമൊക്കെ വിൽക്കാൻ പോയതാണല്ലോ. മൺപാത്രമൊക്കെ വിറ്റിട്ട് വന്നാ? ഓ, വിറ്റിട്ട് വന്നമ്മ. അമ്മ, അപ്പോക്ക് കുഞ്ഞു മൺപാത്രം ഉണ്ടാക്കില്ലേ, അതും കൂടെ വിറ്റു. അതെയോ? നീ ഉണ്ടാക്കിയ മൺപാത്രം അതിന് ആഹാരം വാങ്ങിച്ചത്? അതെ, ഒരു 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 അമ്മാച്ചിയും പിന്നെ ഒരു കുഞ്ഞു ചേച്ചിയും വന്നേ. അവര് വലിയ മൺപാത്രം വാങ്ങിച്ചപ്പോ എന്റെ കുഞ്ഞു മൺപാത്രം കണ്ടിട്ട് ആ കുഞ്ഞു ചേച്ചി ഇത് വേണം പറഞ്ഞു. അപ്പൊ എന്റെ മൺപാത്രം ആ കുഞ്ഞു ചേച്ചി വാങ്ങിച്ചമ്മ. അതെയോ, കൊള്ളാലോ. നീ ഉണ്ടാക്കിയ മൺപാത്രം അടക്കം ഒരാൾ വാങ്ങിച്ചിരിക്കണല്ലോ. എന്നിട്ട് കുഞ്ഞു മൺപാത്രം വിറ്റിട്ട് എത്ര പൈസ കിട്ടി? അതെ, അത് കുഞ്ഞു മൺപാത്രത്തിന് 5 രൂപയാ. ഇല്ലില്ല, 100 രൂപയാ. 100 രൂപയോ? റിയ, കുഴപ്പമില്ലല്ലോ. നീ മൺപാത്രം ഉണ്ടാക്കി അത് വിറ്റ് 100 രൂപ ഉണ്ടാക്കിയിരിക്കണോ? ഹെടാപ്പൂസേ, നിന്റെ ചേച്ചിനെ കണ്ടോ? മൺപാത്രം ഉണ്ടാക്കി അത് വിറ്റ് പൈസ ഉണ്ടാക്കണ്ട അത്ര വലിയ കുട്ടിയായി. ഹെടാപ്പൂസേ, നിന്റെ ചേച്ചി എവിടെ? മൺപാത്രം വിറ്റ് പൈസ കിട്ടുന്ന ഒരേ സന്തോഷത്തിലാണ്. നീ എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? അമ്മ, അത് അപ്പൂത്തി ഉണ്ടാക്കിയ മൺപാത്രം ആരും വാങ്ങിച്ചില്ലെന്നും പറഞ്ഞ് അവൻ സങ്കടപ്പെട്ടിരിക്കുക. അയ്യോ എടാ അപ്പൂസേ, ഇതാണോ വിഷയം? അതൊന്നും കുഴപ്പമില്ലടാ. അമ്മ, അത് അമ്മൂത്തി ഉണ്ടാക്കിയ മൺപാത്രം ചന്തത്തിലുള്ളത് കൊണ്ടല്ലേ വാങ്ങിച്ചത്. പക്ഷെ അപ്പൂത്തി ഉണ്ടാക്കിയത് ഒടിഞ്ഞു പോയില്ലേ, അതാ ആരും വാങ്ങിക്കാത്തത്. അയ്യോ എടാ അപ്പൂസേ, എന്തിനാടാ കരയുന്നത്? റിയ, നീ ഒന്നും മിണ്ടാതിരിക്കി. എടാ അപ്പൂസേ, നിന്റെ മൺപാത്രം ഒന്നും ഒടിഞ്ഞു പോയിട്ടില്ല. കാണാൻ നല്ല ചന്തമുണ്ട് ട്ടാ. നീ കരയണ്ട. എന്താടാ അപ്പൂസേ, അമ്മയല്ലേ പറയണേ നിന്റെ മൺപാത്രം കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ കരയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാ അമ്മ നിനക്കും ചേച്ചിക്കും കൂടെ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഈ പാല് കുടിക്കി. റിയ, എന്നാ പാല് കുടിക്കി. എടാ അപ്പൂസേ, അമ്മയല്ലേ പറയണേ നിന്റെ മൺപാത്രം നല്ല ചന്തമുണ്ട്, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ ആദ്യം ഈ പാല് കുടിക്കുന്ന. പാല് വേണ്ടേ? എടാ അപ്പൂസേ, അപ്പൂസേ എന്താ അത്? നിന്റെ മൺപാത്രം ആരും വാങ്ങിച്ചില്ലെന്നും പറഞ്ഞ ഇപ്പൊ അതിനെന്താ കുഴപ്പം? ആരും വാങ്ങിച്ചില്ലെങ്കിൽ പോട്ടെ, നമുക്ക് നാളെ വേറെ പുതിയ മൺപാത്രം ഉണ്ടാക്കിയിട്ട് അപ്പാപ്പന്റെ കൂടെ കടയിൽ പോയിട്ട് മൺപാത്രം വിൽക്കാം. അപ്പൊ ആരെങ്കിലും എന്റെ കുട്ടിയുടെ മൺപാത്രം വാങ്ങിക്കും. നീ ആദ്യം ഈ പാല് കുടിക്കി. കുടിക്കില്ലെന്നോ? ചേട്ടാ അപ്പൂസേ, നിനക്കിപ്പോ എന്താടാ കുഴപ്പം? ശരി, ഇപ്പൊ നിന്റെ മൺപാത്രം ആരും വാങ്ങിച്ചില്ലെന്നല്ലേ നിനക്ക് സങ്കടം. ആരെങ്കിലും നിന്റെ മൺപാത്രം വാങ്ങിച്ചാ അപ്പൊ നീ പാല് കുടിക്കോ? ശരി, എന്നാ എന്റെ അപ്പൂസിന്റെ മൺപാത്രം അമ്മ വാങ്ങിച്ചോളാം. അമ്മയ്ക്ക് തരുവോ? അതേടാ അപ്പൂസേ, അപ്പൂസിന്റെ മൺപാത്രം കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല ചന്തമുണ്ട്. അമ്മയ്ക്ക് ഈ മൺപാത്രം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് മമ്മ ഉണ്ടാക്കാനേ മൺപാത്രമേ ഇല്ല. എന്റെ കുട്ടി മൺപാത്രം തരുവോ? അമ്മ പൈസ തരാം. ആ, ഈ മൺപാത്രം എത്ര രൂപയാ? രൂപയാണോ? ശരി, അമ്മ 100 രൂപ തരാട്ടോ. അമ്മയ്ക്ക് മൺപാത്രം താ. ആ, ഇന്ന് 100 രൂപ. അമ്മയ്ക്ക് മൺപാത്രം തരുവോ? ആ, ഇപ്പൊ എന്റെ കുട്ടി മൺപാത്രം വിറ്റ് പൈസ ഉണ്ടാക്കിയല്ലോ. ഇപ്പൊ പൈസ കിട്ടിയില്ലേ? ഇനി ഈ പാല് കുടിക്കോ? ശരി ശരി, പൈസ കിട്ടിയില്ലേ? എന്നാ ആദ്യം ഈ പാല് കുടിക്കി. ഹിരിയ, നീ എന്താ നോക്കി നിൽക്കുന്നത്? അപ്പൂസ് പാല് കുടിക്കണ കണ്ടില്ലേ? നീയും പാല് കുടിക്കി. ചൂടോ? ചൂടൊന്നുമില്ല, ഞാൻ നന്നായി ആച്ചിട്ടാണ് കൊണ്ടുവന്നത്. കുടിക്കറിയ, അതവിടെ വെക്കാതെ, പിന്നെ നീ അത് തട്ടിക്കളയും. അച്ഛൻ വന്നിട്ട് കുടിക്കേ? പാല് കുടിക്കണതിന് അച്ഛൻ വരാൻ എന്താ ബന്ധമുള്ളത്? നീ ആദ്യം പാല് കുടിക്കി. റിയ, ചൂടൊന്നും ഇല്ല, അമ്മ നന്നായി ആറ്റി കൊണ്ടുവന്നതാ. നീ 2 കൈ കൊണ്ട് പിടിച്ചു കുടിക്കി. അതെന്താ നിന്റെ കയ്യില്? ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? ആരാ ഗിഫ്റ്റ് തന്നത്?
വാങ്ങിച്ചോ? റിയ കുഴപ്പമില്ലല്ലോ. നീ എന്തോ മൺപാത്രം വിറ്റ് പൈസ കിട്ടിയാ അതില് ചോക്ലേറ്റ് വാങ്ങിക്കും, ബലൂൺ വാങ്ങിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പൊ അച്ഛന് ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കണോ? അതെ, ഞാൻ പൈസ കിട്ടപ്പോ ചോക്ക് വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ എപ്പോഴും അച്ഛയല്ലേ പണിക്ക് പോയിട്ട് അമ്മൂട്ടിന് ചോക്കി ബല്ലു എല്ലാം വാങ്ങിച്ചു തന്നത്. അതാ അമ്മൂട്ടി കിട്ടിയ പൈസയില് അച്ഛക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു. അതെയോ? എന്നാലും നിനക്ക് അച്ഛന് ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് തോന്നിയല്ലോ. റിയ കുട്ടി നല്ല കുട്ടിയാ. ശരി, ഗിഫ്റ്റ് അച്ഛന് മാത്രമേ ഉള്ളൂ, അമ്മയ്ക്കില്ലേ? അമ്മക്കില്ല. അതിന് അച്ഛയല്ലേ അമ്മൂട്ടിന് എപ്പോഴും ചോക്കി ബിച്ചിക്ക് ബല്ലു എല്ലാം വാങ്ങിച്ചു തന്നത്. അമ്മ എപ്പോഴും അമ്മൂട്ടി ചീത്ത പറഞ്ഞിട്ടേ ഇരിക്കുന്നെ. അതുകൊണ്ട് അമ്മക്ക് ഗിഫ്റ്റ് ഇല്ല. കള്ളി, എപ്പോഴും ഞാൻ ചീത്ത പറയുന്നത് കൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ഇല്ലാന്നോ? എന്താ അമ്മൂസും അപ്പൂസും കൂടി ഇരുന്ന് പാല് കുടിക്കാണോ? എടാ അമ്മൂസേ, ഇതെന്താടാ നിന്റെ അമ്മന്റെ പോസേ ശരിയല്ല. അമ്മനെ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ദേഷ്യപ്പെടുത്തിയോ? ഇല്ലച്ചാ, ഞങ്ങളൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ദേഷ്യപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ ഇനിയിപ്പോ അവളുടെ ദേഷ്യം എന്റെ മേലെ ആയിരിക്കോ? അതിനു മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശരി, എന്താന്ന് അവളെ കൊണ്ട് തന്നെ ചോദിക്കാം. എടി ഐഷു, എന്താ പറ്റിയത്? നിന്നെ കാണുമ്പോ എന്തോ ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. അതെ, ദേഷ്യത്തിൽ തന്നെയാണ്. നിങ്ങളുടെ മകൾ എന്ത് ചെയ്തറിയോ? മകളോ? അപ്പൊ ഞാൻ കാരണമല്ല. എടാ അമ്മൂസേ, നീയാണപ്പൊ എന്തോ ചെയ്തിരിക്കണത്. എന്താ ചെയ്തത്? അയ്യോച്ചാ, അമ്മതൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ലാന്നോ? അവളുടെ കയ്യിൽ നോക്കി, ഗിഫ്റ്റ്. അതേ ഗിഫ്റ്റ്. ഇതാരാ തന്നത്? ആരും തന്നതല്ല. നിങ്ങളുടെ മകളെ മൺപാത്രമൊക്കെ വിറ്റ് കിട്ടിയ പൈസയില് നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക. എടാ അമ്മൂസേ, നിന്റെ അമ്മ പറയണ പോലെ നീ മൺപാത്രം വിറ്റ് പൈസ കിട്ടിയതില് അച്ഛനെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്നോ? അതേച്ചാ, അമ്മൂട്ടിണ്ടാക്കിയ കുഞ്ഞു മൺപാത്രമില്ലേ, അത് 100 രൂപയ്ക്ക് വിറ്റു. അത് പൈസയിലാണ് അമ്മൂട്ടി അച്ഛക്കിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചത്. എന്തിനാടാ അമ്മൂസേ, നിനക്ക് ആദ്യമായിട്ട് കിട്ടിയ പൈസയല്ലേ? ആ പൈസയും കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വാങ്ങിച്ചിരിക്കാലോ. എന്തിനാ അച്ഛക്ക് വാങ്ങിച്ചിട്ട് വന്നത്? അത് എപ്പോഴും അച്ഛയല്ലേ അമ്മൂട്ടിന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തരിക. അതുകൊണ്ടാ അമ്മൂട്ടിണ്ടാക്കിയ പൈസയില് അച്ഛക്ക് അമ്മൂട്ടി ഗിഫ്റ്റ് വാങ്ങിച്ചു. അച്ഛാ, ഇതാ അമ്മൂട്ടി വാങ്ങിച്ച ഗിഫ്റ്റ്. അച്ഛക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്. എടാ അമ്മൂസേ, നീ അച്ഛന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്നതേ അച്ഛന് സന്തോഷമാണ്. ഇനിയിപ്പോ അതില് എന്തുണ്ടെങ്കിലും ശരി, അത് അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെടും. ശരി താ, അതിലെന്താ ഉള്ളതെന്ന് നോക്കാം. അതെ, അച്ഛനും അമ്മൂസും. അമ്മൂസിന്റെ ഗിഫ്റ്റേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എടി ഐഷു, ഇത് കണ്ടോ? അമ്മൂസ് എനിക്ക് വേണ്ടി എന്തൊരു സൂപ്പറായ ഗിഫ്റ്റാ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നെന്ന്. അത് എടാ അമ്മൂസേ, ഗിഫ്റ്റ് അച്ഛന് മാത്രമേ വാങ്ങിച്ചുള്ളൂ, അമ്മയ്ക്ക് വാങ്ങിച്ചില്ല. ഇല്ല, വാങ്ങിച്ചില്ല. അച്ഛക്ക് മാത്രമേ അമ്മൂട്ടി ഗിഫ്റ്റ് വാങ്ങിച്ചുള്ളൂ. എന്താടാ, പൈസ മതിയായില്ലേ? അത് ശരി, 100 രൂപയ്ക്ക് ഒരു ഗിഫ്റ്റല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് വാങ്ങിക്കാണ്ട് വന്നിട്ടുണ്ടാവൂലേ? ഇല്ലച്ചാ, അതുകൊണ്ടല്ല. അച്ഛയാല് എപ്പോഴും അമ്മൂട്ടിയുടെ മേലെ സ്നേഹത്തോടെ എല്ലാം വാങ്ങിച്ചു തന്നത്. അതുകൊണ്ട് അച്ഛക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചത്. പക്ഷെ അമ്മ എപ്പോഴും അമ്മൂടെ ചീത്ത പറഞ്ഞിട്ടേ തന്നെ ഇരിക്കുന്നെ. അതുകൊണ്ട് അമ്മക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാത്തത്. കണ്ടോ, അവൾ എന്തെങ്കിലും ചെയ്യുമ്പോ ഞാൻ അവളെ ചീത്ത പറയുമ്പോ നിങ്ങൾ അവളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറില്ലേ? അതുകൊണ്ട് അവളിപ്പോ ഇങ്ങനെ പറയുന്നത്. അവള് കേട് കാണിക്കുമ്പോ നിങ്ങൾ അവളെ ചീത്ത പറയുന്നും പറഞ്ഞ അപ്പൊ നിങ്ങൾ കേൾക്കില്ല. നീ പറയുന്നും പറഞ്ഞ എന്നെ പറയാൻ പറയും. അവസാനം ഇപ്പൊ അവൾക്ക് അച്ഛനെയാണ് ഇഷ്ടം. അവളുടെ നല്ലതിന് വേണ്ടി ചീത്ത പറയണ അമ്മനെ അവൾക്ക് ഇഷ്ടമല്ല. എടി ഐഷു, അങ്ങനെയൊന്നും അല്ല. അവള് ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എടാ അമ്മൂസേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അമ്മ ചീത്ത പറഞ്ഞാലും അത് അമ്മൂസിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അതുകൊണ്ട് അമ്മ ചീത്ത പറയണമെന്നും പറഞ്ഞ് അമ്മനെ ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. ശരിയച്ചാ, ഇനി അങ്ങനെ പറയില്ല കേട്ടോ. അമ്മ വിഷമിക്കണ്ട. അമ്മൂച്ചേ, അടുത്ത പ്രാവശ്യം ഇനി മൺപാത്രം വിറ്റിട്ട് അമ്മക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാട്ടോ. എടി ഐഷു, അവളല്ലേ അടുത്ത പ്രാവശ്യം മൺപാത്രം വിറ്റ് നിനക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാടി ഇനിയും ദേഷ്യത്തോടെ ഇരിക്കുന്നത്? ഒന്ന് ചിരിക്കടി. ഓ, നിന്റെ ഗിഫ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. നീ ആദ്യം ആ പാല് കുടിച്ചാ മതി. ആ പാലങ്ങ് തട്ടിയിടാതെ ആ പാല് കുടിച്ച് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് എന്നെ പഴിയെടുക്കാതിരുന്നാലേ അത് നീ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ. അത് ശരിയാ.